ഹലോ. അപ്പം ഇന്നൊരു കുഞ്ഞു യാത്ര വന്നതാണ് കേട്ടോ. ഇത് മണ്ണാർക്കാട് ആണ്. പാലക്കാട്ടിലത്തെ മണ്ണാർക്കാട് എന്ന് പറഞ്ഞ താലൂക്കില. അപ്പോൾ പാലക്കാട്ടിൽ നിന്ന് 2.5 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ ടൗണിൽ നിന്ന്. ഇതാണ് കാഞ്ഞിരപ്പുഴ ഡാം. കാണുന്നതാണ് റിസർവോയർ. ആ ദൂരത്ത് കണ്ണുണ്ടോ, അത് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ റിസർവോയറാണ്. അപ്പോൾ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് എല്ലാവരും മുഴുവൻ കാണണേ കേട്ടോ. ആർക്കെങ്കിലും ഈ സൈലന്റ് വാലി സന്ദർശിക്കാനോ അല്ലെങ്കിൽ ശിരുവാണി ഇത് അതില്ലേ റിസർവോയർ, അതൊക്കെ ഒന്ന് കാണാൻ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് കണ്ടിട്ട് പോവുക. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഇതാണ്, സ്ഥലമാണിത്. നല്ല പച്ചപ്പും ഹരിതാപയൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. അതാണ് റിസർവോയർ കാണുന്നത്. 4 പുറം മലകളാൽ ചുറ്റപ്പെട്ട് അങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ് കണ്ടോ. അപ്പോൾ എൻ്റെ കൂടെ വന്നവരൊക്കെ അവിടെ വേറൊരു പരിപാടിക്ക് പോയി. അപ്പം ഞാൻ ഇത് കൂടെ നടന്നിട്ട് ഈ പീക്കിൽ ഇവിടെ ഒരു ഇതുണ്ട്, എന്താ വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ റിസർവോയറൊക്കെ നല്ല ഭംഗിയിൽ കാണാം. അപ്പം അതിൻ്റെ നേരെ മുമ്പിൽ, ആ വ്യൂ പോയിന്റിൻ്റെ മുമ്പിൽ തന്നെ ഒരു ചർച്ച് ഉണ്ട്. അതാണ് കേട്ടോ അതിൻ്റെ ഒരു അടയാളം. അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ. സമയം വേസ്റ്റ് ആണെന്ന് തോന്നില്ല, കാരണം അത്ര ഭംഗിയുള്ള സ്ഥലമാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഗാർഡനൊക്കെ ഉണ്ട് കേട്ടോ. അതും പറഞ്ഞു. വേണമെങ്കിൽ ഉള്ളിൽ ഡാമിൻ്റെ അടുത്തേ വേണമെങ്കിൽ ഉള്ളിൽ പോകാം. 10 രൂപ ഒക്കെ ഉള്ളൂ ചാർജ്. പക്ഷെ നമ്മൾ പോയില്ല, കാരണം അത്ര ആ ദൂരത്ത് കണ്ടുണ്ട് ഒരു പീക്ക്. അതാണ് ഒരു ശരിക്കും കൊടുമുടി തന്നെ കേട്ടോ. ഇത് ചെറിയ കൊടുമുടിയൊന്നും അല്ല, ഇതൊരു വലിയ ഗംഭീരൻ ഒരു ഒറ്റ പാറങ്ങ നിൽക്കുക. എന്താ ഒരു ഭംഗി കാണാൻ. അതിലൊക്കെ കയറുന്നുണ്ടാവില്ലേ ആൾക്കാരെ, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ. മുകളിൽ നിന്ന് ആ വ്യൂ പോയിന്റ് എന്നുള്ള വ്യൂ ആണ് അതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് റിസർവോയർ. വെള്ളമൊന്നുമില്ല, വേനലല്ലേ, അപ്പോൾ നല്ല വറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അവർ അടച്ചിട്ടിരിക്കുകയാണ് ഡാം. അപ്പോൾ ഇനി പാലക്കാട്ടിലെ 3 താലൂക്കുകളിലേക്കുള്ള വെള്ളം ഇന്ന് പോകുന്നുണ്ട് കൃഷിക്കുള്ളത് കേട്ടോ. മണ്ണാർക്കാട്ടിലേക്ക്, പാലക്കാട്, പിന്നെ ഒറ്റപ്പാലം, ഈ 3 സ്ഥലത്തേക്കുള്ള കൃഷിക്കുള്ള വെള്ളം ഇതിന്നാണ് പോകുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടാമത്തെയൊക്കെ വലിപ്പത്തിൽ രണ്ടാമത്തെയൊക്കെ ആയിരിക്കും ഈ ഡാം. ആദ്യത്തെ മലമ്പുഴ തന്നെയാണ്. മലമ്പുഴ നല്ല ഭംഗിയാണ്, ഞങ്ങളുടെ അടുത്തുമാണ്. കാണിക്കാട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ കുറച്ചും കൂടി ഒരു ഈ മഴയുള്ളപ്പോൾ ഒരു പോകാനൊരു പ്രശ്നം ഒക്കെ നോക്കട്ടെ. അത് എന്നാണ് പോകുന്നത് വെച്ചാൽ അന്ന് വിശദീകരിച്ച് കാണിക്കേണ്ടതായിരിക്കും. അതിൽ പിന്നെ ഈ റോപ്പ് വേയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഏറ്റവും ഭംഗിയുള്ള ഗാർഡനും ഒക്കെ അല്ലേ മലമ്പുഴയിൽ. ഇതിൽ കുഞ്ഞൊരു ഗാർഡൻ ആണെന്ന് പറഞ്ഞത്, പക്ഷേ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പാർക്കുണ്ട് കാണാം. ഈ ഡാമിൻ്റെ മുകളിൽ കൂടെയൊക്കെ നമുക്ക് യാത്ര വണ്ടിയും കൊണ്ട് പോകാം, കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇത് ഒരു മഴക്കാറുണ്ട്, പക്ഷേ എന്തോ ഒരു വലിയ മലകൾ അത്ര ദൂരത്തല്ലേ കാണുന്നത്. ഈ വ്യൂ പോയിന്റിൽ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ആൾക്കാർ ഇത് ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 81-ലോ 84-ലോ മറ്റാണ് ഇതിൻ്റെ ഇത് തുടങ്ങിയിട്ടുള്ളൂ. എന്താ കൃഷിക്ക് ഉള്ള 61-ൽ പണി തുടങ്ങിയ ഇതാട്ടോ ഡാമാണ്. അത് നമ്മൾക്കൊരു 80-81 ഒക്കെ ആയിട്ടാണ് അതൊന്ന് കൃഷിക്കുള്ള വെള്ളം വിടാൻ തുടങ്ങിയത്. മുഴുവൻ കഴിയുമ്പോഴേക്ക് 2002 ആയി എന്നാണ് പറഞ്ഞത്. അത്രയും പൈസ കിട്ടി വേണ്ടേ, അനുവദിച്ച് കിട്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാർ ഇഷ്ടമാതിരി മീൻ പിടിക്കുന്നതാ. അവിടെ അങ്ങനെ കണ്ടാ മീൻ പിടിക്കണ നിറയെ മീനുള്ള സ്ഥലമാണേ. നല്ല ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഭയങ്കര വലിയൊരു ഇതാണതിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇതാണ് കാഞ്ഞിരപ്പുഴ ഡാം. ഇറങ്ങി, പക്ഷേ ഈ വ്യൂ പോയിന്റിൽ നിന്നാൽ തന്നെ എല്ലാം കാണാം. ഇവിടെയൊക്കെ ഇറങ്ങിപ്പോയിട്ട് ഇപ്പം ഇങ്ങനെ ഇതായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഒന്നും പറയാൻ പറ്റില്ലേ. കാടാണ്. ആ പീക്കാണ് ഏറ്റവും ഭംഗി കേട്ടോ. കണ്ടുവോ, എവിടെ നിന്ന് നോക്കിയാലും കാണും. മണ്ണാർക്കാട്ടിൽ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കാണും, അത്ര വലുതാ. അതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ വരുമ്പോൾ എന്തോ മാതിരി തോന്നും നമുക്ക്. ഇഷ്ടമാതിരി പാറകളാണ്. ഇനി ഇവിടുത്തെ വീടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഏക്കറിൻ്റെ നടുവിലൊരു വീട്, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ആൾക്കാരെ. അപ്പോൾ ഇതാക്കണ്ടില്ലേ, നിശബ്ദമാണ് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും കുറച്ച് മണ്ണട്ടയുടെ ശബ്ദം ഉണ്ടാവും, എൻ്റെ ശബ്ദം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു 1000-കണക്കിന് കുപ്പികൾ ഇങ്ങനെ, എത്രയും ശരിക്കും ഈ കാണുന്നത് മാതിരി ഒന്നല്ല, ഒരുപാട്. അപ്പോൾ ഇവിടെ ശരിക്കും മറ്റേതിൻ്റെ കുപ്പിയുണ്ട്. അപ്പോൾ ഇഷ്ടംമാതിരി ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇവിടെ എന്തോ ഉണ്ട്, ഹോട്ടലോ എന്തെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ ഒന്ന് നോക്കട്ടെ, എല്ലാം നിശബ്ദമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ വെള്ളത്തിൻ്റെ ബോട്ടിലും ഒരു നെറ്റിലിട്ടിട്ടുണ്ട്. ഇവിടെ മറ്റേ കുപ്പികളും കിടക്കുന്നുണ്ട്. അപ്പം നോക്കട്ടെ എന്താ കാര്യം. ഇവിടെ ആണെങ്കിൽ ആരും ഇല്ലാത്ത മാതിരി ഒരു 3 കട റൂമുണ്ട്, അതിലും ആരുമില്ല, തുറന്നിട്ടില്ല. അത് ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ, ഒരുണ്ട്. ഞാൻ പറഞ്ഞ പിന്നെ റിസോർട്ട് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, ദിയ വിസ്റ്റ റിസോർട്ട് എന്നൊക്കെ. പക്ഷേ ഇത് ഫോറസ്റ്റുകാരുടെയൊക്കെ ഇതുണ്ടെങ്കിൽ അവരുടെയൊക്കെ ആൾക്കാർക്കും പിന്നെ നമുക്ക് അവരുടെയൊക്കെ സമ്മതം ഉണ്ടെങ്കിൽ വന്ന് താമസിക്കാം, അങ്ങനെ പിടിപാടുള്ളവർക്ക് കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, ഈ കുഞ്ഞൊരു ബംഗ്ലാവ് മാതിരിയേ ഉള്ളൂ, പക്ഷെ അവിടെ ആൾക്കാർ വന്ന് താമസിക്കുന്നുണ്ട്. എന്തായാലും കണ്ടില്ല, ആ ബോട്ടിൽ കണ്ട മനസ്സിലാവില്ലേ.
നമ്മൾ അവിടുന്ന് പോന്നു. ഇതാ ഡാമിൻ്റെ അടുത്ത് കണ്ടു വെള്ളം പുറത്തേക്കൊന്നും വിടുന്നില്ല. ഇതാണ് ഡാമിൻ്റെ തടയണ. ഇപ്പോൾ കുറേശ്ശായിട്ട് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് മാത്രം. തടയണ കെട്ടിയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ അവിടെ സ്പീഡ് ബോട്ടൊക്കെ ഇങ്ങനെ അവിടെ കാണാണ്ട് കേട്ടോ. ആ പച്ച ഇതിൽ ഒരു ബോട്ട് ഹൗസ് ഉണ്ട് അവിടെ. അതിൽ ആ കുഞ്ഞൊരു ഇതൊക്കെ കാണുന്നുണ്ട്. അവിടെ ഒരു അമ്പലം കാണാനുണ്ട്. ഇപ്പോൾ പള്ളി മാത്രം എന്ന് പറഞ്ഞിട്ട് വിഷമം വേണ്ടല്ലോ, ഒരു അമ്പലമുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെയുള്ള നല്ലവരായ കുറേ മനുഷ്യർക്ക് അല്ലേ എല്ലാം വേണ്ടേ. അപ്പോൾ ഇതാണ് കണ്ടില്ലേ ഡാമിൻ്റെ അവിടെ. ഞാൻ കണ്ടപ്പോൾ കാണിച്ചു എന്ന് മാത്രം. ശരി കേട്ടോ, വരുന്നവർ പറയണേ.